ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്താണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മൾ പൈനാപ്പിൾ കുനുകുനാന്നരിഞ്ഞ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ സ്പൂൺ ഇതുണ്ടോ, ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം എന്ന് പറഞ്ഞായിരുന്നത് ഇതാണ് കേട്ടോ എൻ്റെ കപ്പ്. ഈ ചെറിയ കപ്പിൽ 2 ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ ഐറ്റം എന്ന് ഏകദേശം മനസ്സിലായി കാണുള്ളൂ. അറിയാവുന്നവരേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളത് വേവിക്കാൻ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ബാറ്ററുകൾ റെഡിയാക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഇത്രയും തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കും. ഇത്രയും ജീരകം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 3 പച്ചമുളക്, അത് ചെറിയ മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 എടുത്തത്. 2 എടുത്താൽ മതി. ഇനി കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത്രയും കടുകും കൂടി ചേർത്ത് കൊടുത്തു. പൈനാപ്പിൾ വെന്ത് നല്ലപോലെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് സെറ്റാകണം. കുറച്ച് ഇതിനകത്തേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. പൊടിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി കുറച്ച് കടുക് ഇടണം. കടുക് കറകറാന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊട്ടാൻ ഭയങ്കര ഒരു മടിയാണെന്ന് സംശയമുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും. കടുക് ഇടാന്ന് പറഞ്ഞ് പൊട്ടി തീർന്നു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ആ കറിവേപ്പില ഇടുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ എന്നുള്ളത്. എന്തായാലും അത് റെഡിയായി. കടുകൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.